ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാക്കണ എണ്ണക്കടി കേട്ടോ കുഴച്ച് വെക്കണത്. ഇപ്പോൾ രാവിലെ എല്ലാ പണികളും വേഗം തീർത്ത് വെക്കും കേട്ടോ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് എന്തായാലും പണികൾ ചെയ്യേണ്ടതുകൊണ്ട് വേഗം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിലും വെള്ളം വരും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ വെള്ളം കൂടെ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചിട്ട് വേഗം എന്താക്കും എല്ലാ പണികളും എളുപ്പം റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ സിമ്പിളൊരു എണ്ണക്കടിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ചെറുപഴം എടുത്തേക്കണം, അതിലേക്ക് പഞ്ചസാരയും അതും പാടെ ആദ്യം മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി ഒരു മുട്ട ഒഴിച്ച് കൊടുത്ത് അതും ഇത് മൂന്നും പാടെ എന്താക്കി വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ മൈദ ഇട്ടിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നല്ലോണം അങ്ങനെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും എന്നിട്ട് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചൊക്കെ മതി എന്നുണ്ടെങ്കിൽ പിന്നെ അത്ര മതി കേട്ടോ, നനവ തന്നെ മതി. പിന്നെ അപ്പസോഡ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു സ്പൂണൊക്കെ ഒരു കടലമാവ് മതി കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അധികം ടൈറ്റിൽ പറ്റില്ല കേട്ടോ. നമ്മൾ പക്കവടയൊക്കെ കുഴക്കില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. പിന്നെ എന്നാലാണ് നമുക്ക് എണ്ണയിലേക്ക് ഇങ്ങനെ നുള്ളി ഇട്ടിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അത്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് വരട്ടെ നമ്മൾ ചൂടാനാകുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഞങ്ങൾക്ക് മീനായിട്ട് കിട്ടിയിരിക്കണം, മാന്തൽ മീനാണ് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് എന്താക്കി ഇങ്ങനെ മസാല പെരുക്കി വെച്ചിട്ടോ. അപ്പോൾ അതവിടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ വിചാരിച്ചു. പിന്നെ ഞാൻ തേങ്ങ അരച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് കുട്ടികൾ 2 പേരും തറവാട്ടിലേക്ക് പോകുകയാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇവരെന്നെ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അവിടുന്ന് അനിയൻ്റെ വൈഫ് വിളിച്ചിട്ട് ഒരേ നിർബന്ധം കേട്ടോ, ഓരോ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല ഇറങ്ങാണ്ട് അവളങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നാൽ ശരി എന്നാൽ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാക്ക കൊണ്ടാക്കി കൊടുത്തിട്ടോ. അപ്പോൾ തേങ്ങ അരക്കുന്നത് എന്താക്കി അവിടെ ഒഴിവാക്കി കേട്ടോ. കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അത് ബാലൻസ് ആവുള്ളൂ. നോമ്പായതുകൊണ്ട് പിറ്റേന്നൊക്കെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് ചോറിനൊക്കെ കൂട്ടിയെടുക്കാം. പക്ഷേ നോമ്പായതുകൊണ്ട് അത് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താക്കി മുളക് തന്നെ ഇടാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അതൊക്കെ 3 തക്കാളി എടുത്തിക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളകും ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു ഉള്ളി. എന്നിട്ട് എന്താക്കി എണ്ണ ഒഴിച്ചിങ്ങാണ്ട് അതിലേക്ക് ഉലുവിട്ടങ്ങാണ്ട് പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയും ഇതൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം ഇതേപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ പാകത്തിനുള്ളൊരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, നല്ല എളുപ്പം വാടി കിട്ടും കേട്ടോ. അപ്പോൾ എന്താക്കി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവരില്ലാത്തതുകൊണ്ട് ഒന്നിനും ഒരു ഉത്സാഹമല്ല കേട്ടോ. മീൻകറി എളുപ്പം വെച്ചാൽ നല്ല ഉപ്പും പുളിയൊക്കെ അതിൽ പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് വേഗം അത് വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാൻ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കത് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മീൻ മസാല ഒന്നും ഇട്ട് കൊടുക്കണില്ല, അതൊന്നും എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ സാധാ എപ്പോഴും വെക്കും പോലെ തന്നെയാണ് വെക്കുന്നത്. വീഡിയോ കാണിക്കുന്നുണ്ട് വിചാരിച്ചിട്ട് ഒന്നും എക്സ്ട്രാ അതിൽ ചേർക്കണമൊന്നുമില്ല കേട്ടോ. എങ്ങനെ വെച്ചാലും മീൻകറിയൊക്കെ എപ്പോഴും നല്ല ടേസ്റ്റാണ്. ഞാൻ പുളിയൊന്നും ഇതിലിടുന്നത് തന്നെയല്ല കേട്ടോ, എന്നാലും മീൻകറിക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പ് നേരത്തെ ഇട്ടിരുന്നല്ലോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നമ്മൾ. ഇതിലേക്ക് ഇത് സാധാ പച്ച വെള്ളം കേട്ടോ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്, കാരണം പുളി ഇല്ലായിരുന്നു അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ സുറുക്ക് ഒറ്റിക്കാൻ വിചാരിച്ചിട്ടോ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ കുറച്ച് സുറുക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാന്തൽ മീനായതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ കഴിച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സുറുക്കൊക്കെ വെച്ചിട്ട് ഒന്ന് തിളക്കാൻ വെക്കുക. നമ്മളെ മീൻ നേരത്തെ മസാല കൂട്ടിയ പാത്രത്തിൽ തന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കിയാണ്ട് വെച്ച് കേട്ടോ. അപ്പോൾ ഇതാക്കണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മീൻ ഒന്നിട്ട് തിളച്ചാൽ മതി, അത് നല്ല വേഗം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ നമ്മൾ മീൻ കറിയൊക്കെ അവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കറി അവിടെ റെഡിയായി അങ്ങനെ മാറ്റി വെച്ചിട്ടോ. ഇനി നമുക്ക് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ നേരെ നമുക്ക് തരി ഉണ്ടാക്കാൻ നിൽക്കട്ടോ. അപ്പോൾ ഞാൻ വറുക്കണമൊന്നുമില്ല കേട്ടോ. പച്ച പാലാണത്. അതിലേക്ക് ഞാൻ കുറച്ച് സേമിയ ഇട്ട് കൊടുത്തു. ഒരു പിടി എന്താക്കി റവ ഇട്ട് കൊടുത്തിട്ടോ. ഒന്നും വറുക്കണില്ലേ, പാലും ചൂടാക്കിയിട്ടില്ല, ഒന്നുമില്ല കേട്ടോ. നേരെ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത് പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കട്ടെ. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ എന്താക്കി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടോ, ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് നല്ലോണം നണ്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇതാണ് ഈ 10 മിനിറ്റ് ഒന്നും വേണ്ട, അപ്പോഴേക്കും ഇത് റെഡി ആക്കി കിട്ടും കേട്ടോ. കാരണം സേമിയന് നല്ലൊരു പൊടിയായിട്ടുള്ളൊരു സേമിയന കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയ നല്ല രസമാണ് കേട്ടോ. നല്ല ഇങ്ങനെ കുടിക്കാൻ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും നമ്മൾ ചേർക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ഉള്ളി തൂമിച്ചിട്ടാട്ടോ ഞാൻ വറവിടുന്നത്. അല്ലാണ്ട് പരിപ്പ് മുന്തിരി ഒന്നും ഇടുന്നില്ല കേട്ടോ. നെയ്യും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാവും നമ്മളെ
പിന്നെ തരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും അവിടെ റെഡിയായി. അങ്ങനെ അത് അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടോ. പിന്നെ മക്കളില്ലാത്തതുകൊണ്ട് പിന്നെ എന്താ പറയുക, എണ്ണക്കടി ഉണ്ടാക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം അത് നേരെ ഫ്രിഡ്ജിലേക്കാട്ടോ കയറ്റി വെച്ചു. പിന്നെ കാക്ക ഒരു കുറച്ച് കടി കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് നോക്കുമ്പോൾ ഒരു കറക്റ്റ് 12 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു പിന്നെ വെറുതെ എന്തിനാണെന്ന്. അതിൽ പിന്നെ മൂത്ത മോൻ വന്നിട്ട് പറഞ്ഞു നമുക്ക് എന്നാൽ കൂൾ ബൂസ്റ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഓൻ തന്നെ ഇട്ട് ഉണ്ടാക്കണത്. ഓനക്ക് പിന്നെ അത്യാവശ്യം ഒരു ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാം കേട്ടോ. പിന്നെ ഞാനങ്ങനെ ഉണ്ടാക്കിപ്പിക്കലില്ല കേട്ടോ. കാരണം കൈയൊക്കെ പൊള്ളിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അടുപ്പത്തൊക്കെ ഏകദേശമൊക്കെ ചെറിയ ഇതിലൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ പിന്നെ ഓൻ എന്നോട് പറഞ്ഞു ശരി എന്നാൽ ഓൻ്റെ ആഗ്രഹം ഇല്ല പറഞ്ഞിട്ട് എന്താക്കി ഓൻ എന്നെ വേഗം പോയിട്ട് പാല് പിന്നെ കാക്ക നേരത്തെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബൂസ്റ്റ് ഇല്ലായിരുന്നു, അത് ഓൻ എന്നെ പോയി കണ്ട് കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഞാൻ അവിൽ മിൽക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പഴം ഉണ്ടായപ്പോൾ അപ്പോൾ പിന്നെ എണ്ണക്കടി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതിനിപ്പോൾ ഒന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കാണ് കേട്ടോ അതിൻ്റെ ഇത് വരിക. അപ്പോൾ ഇതേ ഓനെന്നെ കണ്ടുണ്ടാക്കണേ. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് അങ്ങനെ വീഡിയോ എടുക്കണം, ഞാനൊന്നും പറഞ്ഞു കൊടുക്കുക ഒന്നും ചെയ്യണില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഓനെന്നെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ അവിടെ ജ്യൂസൊക്കെ സെറ്റാക്കി ഓനെന്നെ ഇവിടെ ഒക്കെ കൊണ്ടുവന്ന് പാർന്നൊക്കെ വെച്ചിട്ടോ. ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് ചായ ഒരു വയ്ക്ക് തരി ഒരു ഇതിൽ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. ഒരു പിച്ചി വന്നിട്ടില്ല കേട്ടോ. വരാമെന്ന് പറഞ്ഞിട്ട് പോയതിന് അപ്പോഴാണ് ആർക്കും സുഖമില്ലാതായിട്ട് ഒരു ഓട്ടം കിട്ടിയിരിക്കണം പറഞ്ഞിട്ട് അങ്ങനെ പോയിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നോമ്പൊക്കെ തുറന്നിട്ടോ, ബാങ്ക് കൊടുത്ത് നോമ്പൊക്കെ തുറന്നിട്ടോ. അങ്ങനെ പിന്നെ ഓനക്കും എനിക്കും സത്യം പറയുകയാണെങ്കിൽ ഭക്ഷണം ഇറങ്ങണില്ല. ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കായിരുന്നു കേട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 കുട്ടികളും ഇല്ലാത്തതുകൊണ്ടാട്ടോ. മറ്റേ അവരുണ്ടെങ്കിൽ എന്താക്കുന്നു കുഴങ്ങി അങ്ങ് തീരുണ്ടാവും. എന്നാലും കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് ഓരോ വർത്താനം പറഞ്ഞാണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. എൻ്റെ രണ്ടാമത്തെ മോനൊക്കെ ഒരു ഭാഗം ചെരിഞ്ഞേ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അങ്ങനെ മെല്ലെ അങ്ങനെ തിന്നു കേട്ടോ. ഓരോ കഥയും പറയും തമാശയും പറയും. അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ അങ്ങനെയൊക്കെ തിന്നു. പക്ഷേ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നും ഒന്നും ഇറങ്ങണില്ല. ഞങ്ങൾ കുറേ അത് അവിടെ ഇടും കുറേ ഇവിടെ ഇടും പിന്നെ കുറേ കഴിഞ്ഞിട്ട് തിന്നു. അങ്ങനെയൊക്കെയാണ് കുറേ അങ്ങനെ എങ്ങനെയൊക്കെയോ തിന്നത് കേട്ടോ. അപ്പോൾ ദേ പിന്നെ നമുക്ക് പിന്നെ മീൻ പൊരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുഞ്ഞു കുടുക്കിയിലാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും മതിയല്ലോ പറഞ്ഞിട്ട് പിന്നെ മീനും പൊരിച്ചെടുത്തു കേട്ടോ. പിന്നെ അതേ പൊറാട്ട കേട്ടോ കൊടുന്നതിന് പാക്കറ്റ് പൊറാട്ടയാണ്. അപ്പോൾ എന്താക്കുക ചൂടാക്കാറുണ്ട് തിന്നാൻ നേരത്തെ കേട്ടോ. അത് ചൂടാക്കണം 9:30 മണി കഴിഞ്ഞിട്ട് കേട്ടോ ചൂടാക്കുന്നത്. ഞങ്ങൾ കുറേ ലേറ്റായിട്ടേ തിന്നുള്ളൂ. കാരണം പിന്നെ വയറിന് തീരെ വിശപ്പുണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്താക്കി ഞാനിതാ പൊറാട്ട പിന്നെ ചൂടാക്കട്ടോ. പിന്നെ കാക്കയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചൂടോടെ എന്താക്കുക ഇതൊന്നും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അത് ചൂടാക്കിട്ടോ. പിന്നെ ഞങ്ങൾ 3 പേര് ഇത് ഒരുമിച്ചിരുന്നു. നല്ല പാൽച്ചായ നല്ല ചൂടുള്ള പൊറാട്ടയും മീൻ കറി മീൻ പൊരിച്ചതും കൂട്ടിയിട്ട് ഞങ്ങൾ 3 പേര് എന്താക്കി ഭക്ഷണം കഴിച്ചിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്